പൗരാണിക തുറമുഖ നഗര സംസ്കാരത്തിന്റെ മഹാശേഷിപ്പുമായി കാലമെന്ന പ്രഹേളികയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന പൊന്നാനി. അക്ഷരം വെളിച്ചമാണ്. ആ വെളിച്ചം സമൂഹത്തിന് പകർന്നു നൽകി സമൂഹത്തിന് മുൻപേ സഞ്ചരിച്ച അനേകം മഹാരഥന്മാർ ഈ മണ്ണിലൂടെ നടന്നുപോയി. അതിന്റെ പ്രഭയിൽ പൊന്നാനി തിളങ്ങുമ്പോൾ ഇവിടെ അക്ഷരങ്ങളെ ഉപാസിച്ച് ധ്യാന നിമഗ്നനായി ഒരു സ്വാത്വികൻ തന്റെ നിഴൽ വീണ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ഇനിയും നമ്മൾ തിരിച്ചറിയാതെ പോയ ആ സത്യം. നവകം എന്ന മാസികയുടെ പത്രാധിപർ CS പണിക്കർ. വായനശാലയുണ്ട്. അവിടെ പനമ്പാട് ജയ്ഹിന്ദ് ആർട്സ് വായനശാല ഉണ്ടായിരുന്നു. അപ്പം അതിന്ന് പുസ്തകങ്ങളെടുത്ത് വായിച്ച് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായത്. പിന്നെ അതിനുള്ള ഒരു സംഘം അവിടെ ഉണ്ടായിരുന്നു. കേശവൻ, രാമേന്ദ്രൻ, ഇതൊക്കെ രാഘവൻ, ഇതൊക്കെ പനമ്പാട്. അങ്ങനെ വായനശാല പ്രവർത്തന വഴിയാണ് ഇതിന് കമ്പം വരാൻ കാരണം. 89 തുടങ്ങി 87 രജിസ്ട്രേഷൻ കിട്ടി. 89 സ്റ്റാർട്ട് ചെയ്തു. കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. മാസികയെ കൂടി വളർന്ന കൂട്ടര്. പക്ഷെ ഓരോരുത്തരുടെ പേര് അങ്ങനെ പറയാൻ പറ്റില്ല. അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് എഴുതാനും വായിക്കാനും അവസരം ഉണ്ടാക്കി കൊടുത്തു. അത് നമ്മളുടെ മനസ്സിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പല ഭാഗത്തും അറിയപ്പെടാൻ പറ്റും. അത് വലിയ കാര്യം. മലയാളം ഫൗണ്ടേഷൻ്റെ അവാർഡ് കിട്ടാൻ കാരണം അത് ആ ബോംബെ മലയാളികളുടെ ഇടയിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ. എനിക്ക് ഒരു അവശ്യ കലാകാരൻ എന്നൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. LDFന്റെ ഭരണകാലത്ത് പാസ്സായത്. രാമകൃഷ്ണൻ ആയിരുന്നു അന്ന്. തികച്ച സംതൃപ്തിയാണ്. കാരണം ആൾക്കാര് എഴുതി വലുതാവുമ്പോഴേ അവർക്ക് ഒരു ബോധം ഉണ്ടാവും. ഇന്ന ആൾക്കാര് ആണ് വഴി ആണ് അത് വലുതായത് എന്നുള്ള ഒരു ബോധം. അത് നമുക്ക് ഒരു തികഞ്ഞ ആത്മസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് വലിയ അനുഭവം, വലിയ കാര്യം. കാരണം മാനസികമായിട്ടുള്ള ശക്തി അത് ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായം. പക്ഷെ അത് ചെലവുകൾ വർദ്ധിച്ച്. കാരണം നമ്മൾക്ക് ഈ ഓട്ടോറിക്ഷ പോണതിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ ഇപ്പൊ തന്നെ 200 രൂപ ചമ്പ്രവട്ടം കാവിൽക്കാട് പ്രസന്ന പഠിക്കുന്നത്. അത് അവിടെ 200 രൂപ കൊടുക്കണം. നിലനിർത്തുന്നതിന് ആത്മസംതൃപ്തി ആണ് കാര്യം. ഞാൻ ഇടശ്ശേരിയിലെ മുഖേത്വം വെച്ചിട്ടാണ് ആദ്യത്തെ ലക്കം പുറത്തേക്ക്. ഇപ്പൊ 2000 ആൾക്കാരുണ്ട്. കുറെ സുഹൃത്തുക്കളുണ്ട് വായനയോട് ബന്ധപ്പെട്ട. അതാട്ട് വാസുദേവൻ, അഡ്വക്കേറ്റ് രാജഗോപാലൻ, P. ശ്രീധരൻ മാഷ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടി എന്തും ചെയ്യും. വായനയുടെ വസന്തം തീർത്ത ഒരു കാലത്തിലൂടെ നിശബ്ദനായി യാത്ര തിരിച്ച് ഒടുവിൽ എഴുതി തുടങ്ങുന്നവർക്കു വേണ്ടി ഒരു മാസിക എന്ന ആശയത്തിലേക്ക് വരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു.
സ്വാർത്ഥതയും അഹന്തയും മുഖമുദ്രയായ ഒരു കാലത്ത് നിസ്വാർത്ഥമായ ഒരു തപസ്വിയുടെ ശാന്തത അദ്ദേഹത്തിൽ കാണാം. ഒരുപക്ഷെ ഇക്കാലമത്രയും പിന്നിടുമ്പോൾ എത്രയെത്ര എഴുത്തുകാരുടെ രചനയിലൂടെ അദ്ദേഹം കടന്നുപോയിരിക്കും. കണക്കുകൾക്കപ്പുറം അതൊരു നിയോഗമാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാലും ഇപ്പൊ മദ്രാസിൽ നിന്നൊക്കെ ചെന്നൈയിൽ നിന്നൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ സഹായം ചെയ്യുന്നുണ്ട്. അവരോട് പറഞ്ഞാൽ ലൈഫ് മെമ്പേഴ്സ് നിങ്ങൾക്ക് 1000 രൂപ ലൈഫ് മെമ്പർഷിപ്പ് വാങ്ങുന്നുണ്ട്. 10 ആളെ 10,000 രൂപ എത്തിയാൽ ഇപ്രാവശ്യത്തെ ഫ്രണ്ടിൻ്റെ ഏകദേശം അങ്ങനെ പോകും. 2000 കോപ്പി അടിക്കാന്ന് പറഞ്ഞാൽ എളുപ്പം എന്ന് പറഞ്ഞാൽ 20,000 രൂപയോളം പോവും. പ്രിന്റിംഗ് കോസ്റ്റ് ലാഭം മാത്രമായിരുന്നില്ല. നഷ്ടങ്ങൾ ധാരാളം ഉണ്ടായി. കുറെ സ്വത്ത് നശിച്ചു പോയി. കടബാധ്യതകൾ വന്നിട്ട് വിൽക്കേണ്ടി വന്നുണ്ട്. ഈ കടങ്ങൾ സംഭവിച്ച് പ്രിന്റിംഗ് കോസ്റ്റ് അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് തരണം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അത് തരണം ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ എടപ്പാള് ചേന്നര ഇന്ന് പ്രസ് മാറ്റി എടപ്പാളക്ക് ഏകദേശം നിർത്ത പറ്റില്ല. കാരണം ഇത്ര വരിക്കാരൊക്കെ ഉള്ളത് മാസിക നിർത്തുന്നുള്ളത് എളുപ്പമൊന്നുമില്ല. കാരണം മാസിക അയച്ച് സമയത്തിന് അയച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ 120 രൂപ അതൊന്നും എൻ്റെ പ്രശ്നം. ആൾക്കാർക്ക് അവര് എടുത്ത് അയക്കാറുണ്ട്. വളരെ നന്നായിട്ട് പ്രത്യേകിച്ച് നന്നായി പറയുന്നത് ഒക്കെ അയച്ച് അവരെ അഭിനന്ദിക്കാറുണ്ട്. അത് നമ്മൾക്ക് ആത്മാർത്ഥ നമ്മളുടെ മനസ്സിന്റെ സംതൃപ്തി നൽകുന്നു. കാല് നഷ്ടപ്പെട്ട് വീൽചെയർ എന്ന ലോകത്തിലേക്ക് വന്നു പതിച്ചും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പിടിപെട്ടിട്ടും അല്പം പോലും പിന്നോട്ടു പോകാതെ അക്ഷരങ്ങളുടെ ഈ കൂട്ടുകാരൻ പുതിയ എഴുത്തുകാരെ മുന്നോട്ടു നടത്തി. ആ രചനകളിൽ അദ്ദേഹം ജീവിതങ്ങൾ കണ്ടു, നൈമിഷികമായ ജീവിതതലങ്ങൾ കണ്ടു. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അദ്ദേഹം പലതും ഓർത്തെടുക്കാൻ ശ്രമിച്ചു.
തിരിഞ്ഞു നോക്കുമ്പോ ജീവിതം പാഴായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം പലരും സുഹൃത്തുക്കളും ഇന്നലെയും കൂടി വന്ന് ബാലൻ മാഷ് ഇവിടെയും കൂടെ പണിയെടുത്തിരുന്നു. അപ്പൊ അന്ന് കണ്ട് പരിചയപ്പെട്ടത് അങ്ങനെ കുടുംബത്തെ ആലോചിച്ചിട്ട് തന്നെയാ. അല്ലാതെ വേറെ ലവ് ഒന്നും ആയില്ല. ഇതില് പണിക്കരുടെ ഭാര്യയാണത്. അച്യുത പണിക്കര് കൃഷ്ണപ്പണിക്കരുടെ അനുജൻ. ഈ അനുപമ സബ് കളക്ടറാ ഇപ്പോ. അതായത് ലൈഫ് മെമ്പേഴ്സിനെ കിട്ടണം. ലൈഫ് മെമ്പേഴ്സിനെ കിട്ടിയാലേ കാര്യങ്ങൾ നടക്കും. ലൈഫ് മെമ്പേഴ്സിനെ കിട്ടുമ്പോഴേ കുറെ സംഖ്യ ഉണ്ടാവും. 1000 റുപ്യ 10 കൊല്ലത്തേക്ക് ഞങ്ങളുടെ ഒരു സംഖ്യയാണ്. ഇതായിട്ട് തന്നെ മരിക്കണം എന്ന ആഗ്രഹം. മാസികകളുടെ ട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാകും. ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാർ 5-10 ആൾക്കാരുടെ ഷെയർ വാങ്ങിയിട്ട് തുടരാനുള്ള ആഗ്രഹം. അവർക്ക് കുറെ ആൾക്കാരെ വളർത്തിയെടുക്കാൻ പറ്റും. ഭാഷയോട് ആഗ്രഹമുള്ള കൂട്ടർ അക്ഷരത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുന്ന കുറെ എഴുത്തുകാരുണ്ട്. അവരെ വളർത്തിയെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആഗ്രഹം. വായന ഒരിക്കലും മരിക്കില്ല. അനുഭവങ്ങളാണ് മനുഷ്യന്റെ അറിവ് വളർത്താൻ വായന ഉപകരിക്കുന്നു. ഒരു 5-10 കൊല്ലത്തെ 10 കൊല്ലത്തെ വയനാട് അനുഭവമുണ്ട്. ഹൈസ്കൂൾ പഠിക്കുന്നിടത്ത് 4-ാം പാട്ട് ബാലാമണി നമ്മുടെ കവിതകൾ. സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ തനിക്കുള്ളത് വിറ്റ് വീണ്ടും മാസികയെ പുറം ലോകത്തെത്തിക്കാൻ അദ്ദേഹം വ്യഗ്രത കൊണ്ടു. അതൊന്നും ഒരു നഷ്ടപ്പെടലായി അദ്ദേഹം കണ്ടില്ല. ഒരുപക്ഷെ ഇതിനെല്ലാം അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തെ മനസ്സിലാക്കിയ പ്രിയപത്നി കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. എഴുത്ത്, വായന, അതിൽ കവിഞ്ഞിട്ട് പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക, ഈ മാസികയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ലേഖനങ്ങൾ കിട്ടാൻ ലേഖനത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുക, ചെറിയ കുട്ടികളെ അവരുടെ ചെറിയ അറിവിൽ നിന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുക, കൂടുതലായിട്ട് അവരെ പ്രേരിപ്പിക്കുക, എഴുതാനും വായിക്കാനും പ്രേരിപ്പിക്കുക, അതിന് ഉള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്യുക. ഇങ്ങനെ ഈ മാസിക മാത്രമാണ് ഇതിൻ്റെ ഉയർച്ച മാത്രമായിരുന്നു ലക്ഷ്യം. അല്ലാതെ മറ്റൊന്നിലും പ്രാധാന്യം കണ്ടിട്ടില്ല മാസികയ്ക്ക്. പിന്നെ കുട്ടികൾ എഴുതാനറിയുന്ന കുട്ടികളെ ഓരോ മീറ്റിംഗ് കൂടുന്ന സമയത്തും കുട്ടികളുടെ പല വിധത്തിലുള്ള കവിതകളും അവരിൽ അവതരിപ്പിക്കുകയും അതിനെ തെറ്റിദ്ധരിക്കുകയും മാർക്ക് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് വെച്ചിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ആ സമയത്ത് അവരുടെ രക്ഷിതാക്കളും പങ്കെടുക്കാറുണ്ട്. പിന്നെ കുട്ടികളോട് കൂടുതൽ അടുപ്പം, താല്പര്യം അവരെ സംബന്ധിച്ച് തികച്ചും അറിയാം. ഓരോ കുട്ടിയെ അവരിൽ ഉറങ്ങിക്കിടക്കുന്നതായ ആ കഴിവുകളുണ്ടാകും. അതിനെ എങ്ങനെയെങ്കിലും തട്ടി ഉണർത്തിയിട്ട് വളർത്തി വലുതാക്കാൻ നോക്കും. അപ്പോൾ അതിൽ പല തെറ്റുകളും അവരിൽ ചൂണ്ടിക്കാണിക്കേണ്ടി വരും.
അതിലൊന്നും രക്ഷിതാക്കൾ തെറ്റ് കണ്ടിരുന്നില്ല. അത് ഇതുവരെയും അത് നന്നായിട്ട് തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത്. ആദ്യം തന്നെ കുറേശ്ശെ എഴുതിയിരുന്നു, മനസ്സിലായ. ആ എഴുത്ത് പിന്നീട് നിർത്തിയതാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനും ഇതുപോലെ തന്നെ ചെറിയ കുട്ടികളെ ഇവിടെ എൻ്റെ പെൻഷൻ ആയതിന് ശേഷം എനിക്ക് ചെറിയ കുട്ടികളെ വളരെ ഇഷ്ടമാണ്. ചെറിയ കുട്ടികളെ, ആ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഞാൻ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ദൈവത്തിന് തുല്യമായിട്ടാണ്. അവരുടെ ആ വർത്തമാനം, അവരുടെ പ്രവൃത്തികൾ, അവരുടെ നിഷ്കളങ്കത, ഇതൊക്കെയായിരുന്നു എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം പെൻഷൻ ആയതിന് ശേഷം ഞാനിവിടെ സാമ്പത്തികം വളരെ കുറവായതുകൊണ്ട് ഇവിടെ ഒന്ന് വെച്ച് കെട്ടിയിട്ട്, മുളയും കവുങ്ങൊക്കെ ആയിട്ട് ഒന്ന് വെച്ച് കെട്ടിയിട്ട് കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ച്, പണ്ടൊക്കെ ഈ ഒരു പാസ് ഉണ്ടായിരുന്നു, അതായത് ഫുൾ പാസ്. ആ ഫുൾ പാസിൽ ഒന്നും കിട്ടാത്ത ചില കുട്ടികളുണ്ട്, അടിത്തറ തീരില്ലാത്ത കുട്ടികൾ. അവരെ വിളിച്ചു വരുത്തി അവർക്ക് ആദ്യം തുടങ്ങിയത് യാതൊന്നും പേടിക്കാതെ അവരുടെ അടിത്തറ ശരിയാക്കൽ, അതായത് ഈ സാധനങ്ങൾ കൈകാര്യം ചെയ്തിട്ട് അക്കങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വസ്തുക്കൾ എടുത്ത് കൈകാര്യം ചെയ്ത് അക്കങ്ങൾ കണക്ക് പഠിപ്പിക്കുന്നതായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അവര് കണക്കിനോട് അവർക്ക് താല്പര്യം ജനിക്കുന്നു. കണക്കിൽ അവർ ഒന്നും അറിയാത്ത കുട്ടികൾ, അവർക്കൊന്നും അറിയില്ല. കാരണം അവരെ ഈ മുണ്ടശ്ശേരി പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാസ് ഉണ്ടായിരുന്നു. വെറുതെ 100%, 100% അങ്ങോട്ട് പാസ്സാക്കി വിടുക. എന്നിട്ട് അങ്ങനെ എത്ര 5 വരെയൊക്കെ പോയി കുട്ടികളുണ്ട്, മനസ്സിലായില്ല. അവർക്ക് കൂട്ടലോ കിഴിക്കലോ കുടിക്കലോ അരിക്കലോ ഒന്നും അറിയില്ല. ആ കുട്ടികൾക്ക് വെറും 3 മാസം കൊണ്ട് ഈ ചതുഷ്ക്രിയകൾ വളരെ നമുക്ക് വസ്തുക്കൾ കൈകാര്യം ചെയ്തിട്ട് നേരിട്ടിട്ട് അനുഭവത്തിൽ കൂടെ പഠിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് പഠിപ്പിക്കാൻ സാധിക്കും. കുടുംബനാഥൻ എന്നുള്ള നിലയിൽ തർക്കടില്ല, ഒരു സാമാന്യ മുഴുവനായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കില്ല. ഫുൾ ടൈമൊന്നും കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്കല്ല. അതായത് ഒരു എഴുത്തുകാരൻ അല്ലെ വായനക്കാരൻ എപ്പോഴും നമുക്ക് വായിക്കുന്നത് എഴുതുന്നതും കണ്ടാൽ അതിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മുമ്പിൽ മനസ്സിലാക്കും. എനിക്ക് മുഴുവൻ കാര്യങ്ങളൊന്നും നിശ്ചയില്ലല്ലോ. അപ്പൊ പ്രധാന കാര്യങ്ങളൊക്കെ മൂപ്പര് തന്നെയാണ് കൈകാര്യം ചെയ്യുക. പിന്നെ നമ്മൾക്ക് അറിയാത്തതൊക്കെ പറഞ്ഞു തരും, വേണ്ട വിധത്തിൽ ഉപദേശങ്ങൾ തരും. ഫുൾ ടൈം മാസികയിലാണെങ്കിലും ശരി, എനിക്ക് ചില സമയത്തു നിന്നൊക്കെ വേണ്ട ഉപദേശങ്ങൾ തരാറുണ്ട്. വേണ്ട സമയം മൂപ്പരോട് ഉപദേശങ്ങൾ നേരിട്ടിട്ട് ചോദിച്ചിട്ട് വേണമല്ലോ എനിക്കത് ചെയ്യണില്ല. എന്ന് പറഞ്ഞാൽ ഈ മാസിക ശാരീരികമായിട്ടുള്ള ഈ വൈകല്യം, അതായത് കാലോപറേഷൻ കഴിഞ്ഞതിന് ശേഷം മാസികയുടെ നടത്തിപ്പിന് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. അറിവ് അതുപോലെ കടന്നു. അതുകൊണ്ട് കൈകാര്യം ചെയ്യലും അങ്ങനെ തന്നെ നീങ്ങിപ്പോണ്ട്. പക്ഷേ അതിൽ കടം ഒരുപാട് വന്നു. കടം വന്നിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് വിറ്റുപോയി. ഇതിലേക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അതിലൊക്കെ അപ്പൊ പറഞ്ഞിരുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ ഈ മാസിക ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് ഈ മാസിക എന്നല്ല, എനിക്ക് ഈ അറിവ് ഈ തരത്തിൽ ഇങ്ങനെ പരക്കണം. എൻ്റെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുത്താൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പറയണ്ടേ. ഒരു സ്ഥലം വിൽക്കും, അത് പ്രസ്സിൽ പൈസ വല്ലാതെ കടം വരുന്ന സമയത്ത് അങ്ങനെ അത് കുറച്ചങ്ങനെ നീങ്ങിപ്പോയിട്ട് അവിടുന്ന് ഓരോന്നിലും നമുക്ക് കടം വീട്ടിയാലല്ലേ നമുക്ക് ഒരു ശാന്തത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതങ്ങനെ കുറച്ചങ്ങനെ ആ പൈസ കൊണ്ട് ഇങ്ങനെ നിയന്ത്രിച്ച് പോരും. പിന്നെ ജനങ്ങൾ വരിസംഖ്യയായിട്ട് തരും. പക്ഷെ വരിസംഖ്യയായിട്ട് തന്നാലും ശരി, അത് ഒരു 250-350 ഒക്കെ ഈ കാലില്ലാത്ത കാരണം ഒരു പ്രാവശ്യത്തെ യാത്ര